നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ചു. നരേന്ദ്ര കീഴടങ്ങും. ട്രംപിന്റെ ഫോണിന് മറുപടിയായി നരേന്ദ്രമോദി യെസ് സർ എന്ന് മറുപടി നൽകി. പറയുന്നത് മറ്റാരുമല്ല, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഇപ്പോഴും ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും ചങ്കൂറ്റമുള്ള പെൺസിംഹമായിരുന്നു എന്ന് കരുതി തനിക്ക് അതിൻ്റെ തഴമ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. രാഹുൽ സ്വന്തമായി ചെയ്തതോ നേടിയെടുത്തതോ ആയ യാതൊരു നേട്ടങ്ങളുമില്ല പറഞ്ഞ് മേനി തെളിയിക്കാൻ. എന്നിരുന്നാലും കാലങ്ങൾക്ക് മുൻപ് മുത്തശ്ശി ചെയ്തു വച്ച കാര്യങ്ങളുടെ ക്രെഡിറ്റ് അന്ന് ഇന്ദിരാഗാന്ധി എടുത്തില്ലെങ്കിൽ പോലും കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ മുഴുവൻ കുലമഹിമയും പാരമ്പര്യവും സ്വന്തം നേട്ടത്തിൻ്റെ പട്ടികയിൽപ്പെടുത്താൻ രാഹുൽ തയ്യാറായി നിൽക്കുകയാണ്. ഇന്ദിരാഗാന്ധി പാകിസ്ഥാനോട് ഏറ്റുമുട്ടിയതും അന്നത്തെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും അവസ്ഥയും സൈനിക സാമ്പത്തിക ശക്തിയും എന്താണെന്നറിയാതെയാണ് 2025-ലും അതിൻ്റെ 100-1 ചെയ്യാൻ മോദിക്ക് കഴിഞ്ഞില്ല എന്ന് രാഹുൽ പറയുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ അരയും കച്ചയും മുറുക്കി പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി സൈനിക തലവനായി മുന്നിൽ നിന്നേനെ എന്നൊക്കെ പറയുന്നത് കേട്ടാൽ രാജമൗലിയെ പോലെയുള്ള വൻകിട സംവിധായകരുടെ സിനിമ കണ്ടതുപോലെയാണ് തോന്നുന്നത്. വയനാട് പോലെ ഒരു ചെറിയ മണ്ഡലത്തിൻ്റെ MP ആയി ഇരുന്നിട്ട് പോലും വയനാട് മൊത്തത്തിലൊന്ന് കാണുകയോ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുകയോ രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി അതേ സ്ഥാനത്തേക്ക് വന്നിട്ടും മാറ്റമൊന്നും വയനാട്ടിൽ സംഭവിച്ചിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു വയനാട് നടന്ന ഉരുൾപൊട്ടൽ. കേന്ദ്ര സർക്കാർ പലകുറി അവഗണന കാണിച്ചു എന്ന് തെളിവ് സഹിതം കേരള സർക്കാർ കണക്കുകളും വിവരങ്ങളും പുറത്തുവിട്ടിട്ട് പോലും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ ഒരക്ഷരം മിണ്ടാതെ BJP ഭരണകൂടത്തിന്റെ കാൽച്ചുവട്ടിൽ അനുസരണയുള്ള ശ്വാനനെ പോലെ ഇരുന്നവരൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭരണം മുഴുവൻ കിട്ടിയിരുന്നെങ്കിൽ ലോകം കീഴടക്കിയനെ എന്നും പാക് അധീന കാശ്മീർ പിടിച്ചടക്കുമായിരുന്നു എന്നുമൊക്കെ മേനി പറയുന്നത്. രാഹുൽ ഗാന്ധി എന്താണെന്ന് രാഹുലിനും അണികൾക്കും അറിയില്ല എങ്കിലും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും രാഹുലിന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ നല്ല ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് നീണ്ട കാലങ്ങളോളം ഇന്ത്യയുടെ ഭരണം കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ച നരേന്ദ്രമോദി എന്നൊരു മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ പണയപ്പെടുത്തേണ്ടി വന്നത്. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഭരിച്ച ഇന്ത്യയിൽ ഒരു അധികാര കസേരയിൽ ഒന്ന് അമർന്നിരിക്കാൻ പോലും കഴിവില്ലാതെ പോയ രാഹുൽ ഗാന്ധിയാണ് ഇത്തരം വായിൽ കൊള്ളാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ പറയുന്നവർക്കും ഏറ്റുപിടിക്കുന്നവർക്കും ഇല്ല എങ്കിലും കേട്ടു നിൽക്കുന്നവർക്ക് ഒരല്പം ഉളിപ്പുണ്ട്. രാഹുൽ അധികാരത്തിൽ വന്നതിനു ശേഷം കോൺഗ്രസിന്റെ ഭാവി എന്തായിരുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി സ്വന്തം കഴിവിനെ പറ്റി രാഹുലിന് ഏതാണ്ടൊരു ധാരണയൊക്കെ ഉണ്ടാകാം. അന്യം നിന്നുപോയ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി ഈ കുറഞ്ഞ കാലയളവിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന കോൺഗ്രസ്. എന്നിട്ടും ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നടോ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോൺ ചെയ്തതോടെയാണ് ഇന്ത്യ യുദ്ധം നിർത്തിയത് എന്ന് പറഞ്ഞാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങി എന്ന് പ്രഖ്യാപിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് പിന്നാലെയാണ് അദ്ദേഹം കീഴടങ്ങിയതെന്നും രാഹുൽ പ്രസംഗത്തിനിടെ പറഞ്ഞുവെച്ചു. എനിക്ക് BJP-കാരെയും RSS-കാരെയും നന്നായി അറിയാം. അല്പം സമ്മർദ്ദം ചെലുത്തിയാൽ മതി, അവർ ഭയന്ന് ഓടിപ്പോകും. പോരാട്ടം നടക്കുന്നതിനിടെ ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ചു. നരേന്ദ്ര കീഴടങ്ങും. ഉടൻ തന്നെ കീഴടങ്ങാനുള്ള ആഹ്വാനം വന്നു. ഇതാണ് BJP-യുടെയും RSS-ന്റെയും സ്വഭാവം എന്നാണ് രാഹുൽ പറഞ്ഞത്. ട്രംപിന്റെ ഫോണിന് മറുപടിയായി നരേന്ദ്രമോദി SR എന്ന് മറുപടി നൽകിയെന്നും രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശമുണ്ട്. 1971-ൽ US-ന്റെ ഭീഷണി വകവയ്ക്കാതെ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു എന്നും US പ്രസിഡന്റ് അന്ന് ഇന്ദിരയെ വിളിച്ചിരുന്നു എന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. US-ന്റെ 7ാം കപ്പൽപ്പട അന്ന് ഇവിടെ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുമെന്നായിരുന്നു ഇന്ദിരാഗാന്ധി അന്ന് മറുപടി നൽകിയത്. ഇതാണ് ഇന്ദിരയും മോദിയും തമ്മിലുള്ള വ്യത്യാസമെന്നാണ് രാഹുൽ പരാമർശിച്ചത്.
ഇതാണ് BJP-കാരുടെ സ്വഭാവമെന്നും സ്വാതന്ത്ര്യത്തിന്റെ സമയത്തും ഇതായിരുന്നു സ്വഭാവമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കത്തെഴുതി ജയിൽ മോചിതരായവരാണ് BJP, അതാണ് അവരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ രാഹുൽ, പക്ഷേ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല എന്നും ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ ഇവരാരും കീഴടങ്ങിയിട്ടില്ല എന്നും പറഞ്ഞു. പക്ഷേ അതേസമയം രാഹുലിന് മുഖത്തോട് മുഖം നോക്കി നിൽക്കാൻ പോലുമുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യമേ സാഷ്ടാംഗം വീണു കാലു പിടിച്ചതുകൊണ്ട് കീഴടങ്ങേണ്ടി വന്നിട്ടില്ല എന്നത് പറയാൻ മാത്രം രാഹുൽ വിട്ടുപോയി.